ടീമി നമസ്കാരം. നമ്മുടെ കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണം കായ്ക്കുന്ന മരം പണം കായ്ക്കുന്ന മരം എന്ന്. ഇപ്പൊ ഞാൻ വാസ്തവത്തില് വയനാട് പണം കായ്ക്കുന്ന മരത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ചന്ദനത്തോപ്പിന്റെ ഇടയിലാണ്. ശരിക്കും ഈ ചന്ദനത്തോപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്റെ കാരണന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഉമ്മേനോട് ചോദിച്ചിട്ടുണ്ട്, നിന്റെ ബാപ്പയ്ക്ക് വല്ല പണം കായ്ക്കുന്ന മരം ഉണ്ടോടാ? കുലുക്കിടാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഏതാണ് ഈ പണം കായ്ക്കണ മരം എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കറിയാൻ സാധിച്ചത്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ കിട്ടുന്നൊരു മരം. നമുക്കറിയാം വീരപ്പൻ അല്ലെ. വീരപ്പൻ കാട്ടിൽ നിന്ന് ഒരുപാട് തടികൾ മോഷ്ടിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിച്ചിരുന്ന തടി ഏതാന്ന് ബിനീഷ് ഭായിക്ക് അറിയാം? വീരപ്പൻ മോഷ്ടിച്ചിരുന്ന മരം ഏതാന്ന്? ചന്ദനമാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും വീരപ്പൻ പ്ലാവും അല്ലെങ്കിൽ തേക്ക് മോഷ്ടിക്കാൻ, ചന്ദനം മോഷ്ടിക്കാൻ കാരണം? അല്ലെ, അതിന് വില കൂടുതലുള്ള കാരണമാണ് അല്ലെ. അപ്പൊ ഇത്രയും വില കൂടുതൽ മരമാണ്. അതായത് ഇന്നത്തെ കണക്കിൽ ഗവൺമെന്റ് ഇത് നമുക്ക് നടാൻ പറ്റും, വളർത്താൻ പറ്റും, പക്ഷെ മുറിക്കാൻ പാടില്ല. ഇത് മുറിക്കുന്ന സമയത്ത് ഗവൺമെന്റിന് വിവരം അറിയിച്ചാൽ അവർ വന്ന് മുറിച്ചു കൊണ്ടുപോയിട്ട് ഒരു 10 മുതൽ 15 കൊല്ലം വളർച്ച എത്തിയ മരത്തിന് ഇപ്പൊ തന്നെ 8 ലക്ഷം രൂപയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഏക്കറക്കണക്കിന് സ്ഥലം കണ്ടല്ലോ, ഇതിപ്പോ ഒരു 4 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ചെയ്യണത് 5 സെന്റ് ഭൂമിയാക്കി മുറിക്കും. അങ്ങനെ 5 സെന്റ് ഭൂമിയാക്കി മുറിച്ചിട്ട് ഇത് ഓരോ കസ്റ്റമർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതിൽ ചന്ദനം വെച്ചിട്ടുണ്ട്. എന്നിട്ട് 20 ചന്ദനത്തെ പ്ലാന്റ് ചെയ്യും. എന്നിട്ട് ഇത് ഞങ്ങൾ 10 മുതൽ 15 കൊല്ലം വരെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കും, ഞങ്ങൾ തന്നെ പരിപാലിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് മുറിച്ച് ഗവൺമെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് 20 മരത്തിന് ഒരു മരത്തിന് 8 ലക്ഷം വെച്ച് കൂട്ടുമ്പോൾ 1,60,00,000 രൂപയാണ് ഒരു ആൾക്ക് കിട്ടുന്നത് ലാഭമായിട്ട്. മാത്രമല്ല 5 സെന്റ് ഭൂമി അവരുടെ പേരിൽ ഉണ്ടെന്നാണ്. പക്ഷെ അതല്ല പ്രത്യേകത കേട്ടോ, ഇതിന്റെ വില ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കണം ചന്ദനത്തിന്. കാരണം ഭയങ്കര ഡിമാൻഡാ. കാരണം ഒരു വർഷം 2000 ടൺ ചന്ദനം ഇന്ത്യയിൽ ആവശ്യമുണ്ട്. 100 ടൺ പോലും ഇല്ല. ഇപ്പൊ ഭാര്യ വീട്ടിൽ തന്നെ ചന്ദനമരം ഉണ്ടോ? എന്താ വെക്കാണ്ടിരുന്നേ അല്ലെ? ഇത്രയും വില കിട്ടുന്ന മരമായിട്ട് എന്തുകൊണ്ട് നമ്മൾ വെച്ചില്ല? പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ഞങ്ങൾ റിസർച്ച് നടത്തിയപ്പോ ഇത്രയും ഡിമാൻഡ് ഉള്ള ഇത്രയും വില കൂടിയിട്ടുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദനം മനസ്സിലായപ്പോ ഇത് പറ്റിയൊരു കാലാവസ്ഥ ഇപ്പൊ ഭായി ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം. അതായത് ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നല്ല തണുപ്പും വേണം, നല്ല ചൂടും കിട്ടണം. മാത്രമല്ല ഉപ്പുകാറ്റ് കൊള്ളാനും പാടില്ല. അപ്പൊ ഇത്രയും 3 കണ്ടീഷൻ, അതായത് സീ ലെവലിൽ നിന്ന് 700 മീറ്റർ പൊക്കമുള്ള സ്ഥലത്തെ ഇത് വളരുള്ളൂ. വളർന്നാൽ തന്നെ നല്ല രീതിയിൽ ഇതിൽ നിന്ന് പണം കിട്ടുള്ളൂ. അപ്പൊ അത് കിട്ടുന്ന 3 ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 1 ഇടുക്കിയും, 2 പത്തനംതിട്ടയും, 3 വയനാട്. പക്ഷെ ഇടുക്കിയും പത്തനംതിട്ടയ്ക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ജില്ലകൾ റെഡ് സോണിൽ കിടക്കുന്ന 2 ജില്ലകളാണ്. പക്ഷെ വയനാട്ടിൽ ചൂരൽമല പോലുള്ള 3 സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ 3 ചുരങ്ങളുണ്ട്. ഇത് ഒഴിച്ച ബാക്കിയുള്ള 80% ഏരിയയും ഗ്രീൻ സോണാണ്. അതായത് 50 കൊല്ലം മുമ്പോ 50 വർഷത്തിന് ശേഷം യാതൊരു പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്യാത്ത മേഖല. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ 1400 ഏക്കർ എടുത്തിട്ട് അതിനെ 5 സെന്റ് ഭൂമിയാക്കിയിട്ട് 28,000 5 സെന്റ് ആളുകൾക്ക് ഇത് വിൽക്കുന്നു. അങ്ങനെ അവരെ ഒരു കോടീശ്വരന്മാരാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മരത്തിന് കിട്ടുന്ന 8 ലക്ഷം രൂപയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റ് കണക്ക് പ്രകാരം ഒരു മരത്തിന് 25 ലക്ഷം രൂപ കിട്ടും. അപ്പൊ 20 മരത്തിനോ 5 കോടി രൂപ റിട്ടേൺ കിട്ടുകയും ചെയ്യും, നമ്മുടെ 5 സെന്റ് ഭൂമിയോടെ ഉണ്ടാവുകയും ചെയ്യും. എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇപ്പൊ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ടല്ലോ, അതെ അതെ, അത് എത്ര വർഷം കൊണ്ടാണ് ഇത്ര ഹൈറ്റ് അയക്കുന്നത്? ഇതിപ്പോ 1 വർഷം കൊണ്ടാണ് ഇത്ര അയക്കണം. 1 വർഷം കൊണ്ട് ഇത്രയും. ഇത് 20 അടി പൊക്കം വെക്കുള്ളൂ. 20 അടി പൊക്കം അതിന് 50 സെന്റിമീറ്റർ ചുറ്റളം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് ഗവൺമെന്റ് കൊടുക്കാം. പക്ഷെ ഇതിപ്പോ തന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാലോ 6 അടി 8 അടി പൊക്കം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പക്ഷെ 5 മുതൽ 10 കൊല്ലം കൊണ്ട് മുറിക്കാൻ സാധിക്കും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, അത് പ്രത്യേകത ഇത്രയുള്ളൂ, ഞങ്ങളുടെ പ്രത്യേകത അല്ല കേട്ടോ. ഇത് വയനാടിന്റെ കാലാവസ്ഥയാണ്. മാത്രമല്ല ബൈക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച, നിലത്തേക്ക് നോക്കിയാൽ ബ്ലാക്ക് സോയിൽ. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തില് ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ഒരു ജില്ല കൂടിയിട്ടാണ് വയനാട്. അതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ താഴ്ച വളരാൻ കാരണം. അല്ല, ഞാനത് ഇപ്പൊ എനിക്ക് സംശയമുണ്ടോ, ഇപ്പൊ ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കുമെന്ന് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മള് എത്ര വരെ ഉണ്ട് നമുക്ക് ഈ വയനാട്? ഇപ്പൊ ബിനീഷ് ഭായി വന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് നമ്മളിതിന് 15 ലക്ഷം രൂപയാണ് 5 സെന്റ് ഭൂമിക്ക് ചാർജ് ചെയ്യണത്.
ഇന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആധാരം രജിസ്റ്റർ ചെയ്തു. 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദനമരം. 5 സെന്റിൽ 20 അത് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിരും. നിങ്ങളൊന്നും അറിയണ്ട. ഈ 15 കൊല്ലത്തേക്ക് ഇതിന്റെ പരിപാലനവും ഇതിന്റെ പ്രൊട്ടക്ഷനും, കാരണം ഇത് 5-8 കൊല്ലം കഴിഞ്ഞ് നല്ലോണം വളരും. അപ്പൊ ഇത് മോഷ്ടിക്കാൻ ഒരുപാട് കള്ളന്മാര് വരുമ്പോ അതും ഞങ്ങള് ഇതിപ്പോ നിങ്ങൾ ഫെൻസിങ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പൊ ഇത് 6 അടിക്കാണ്, ഇത് 20 അടിക്ക് പൊക്കും ഞങ്ങള്. അതിന് ഷോക്ക് കൊടുക്കും. പിന്നെ ക്യാമറ ഉണ്ടല്ലോ അവിടെ കണ്ടോ, ഈ ക്യാമറ ഫുൾ റെക്കോർഡഡ് ആണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇത്ര സ്റ്റാഫുകളെ കണ്ടില്ലേ. പിന്നെ അത് കൂടാണ്ട് ഈ മരം കുറച്ചുകൂടി വലുത് 5 കൊല്ലം എത്തിക്കഴിഞ്ഞാൽ അത് ചിപ്പ് വെക്കും. അപ്പൊ ഈ ചിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പ് വെച്ച മരത്തുമ്മല് ലോഹം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് 10 ഫോണിലേക്ക് മെസ്സേജ് അലർട്ട് വരും. പിന്നെ കുറച്ച് ഇനി അടുത്ത ഒരു 2 കൊല്ലം കൂടെ വരുമ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റൂല, കാരണം ഇവിടെ ഡോഗ്സ് ഉണ്ടാവും. എനിക്കൊരു സംശയം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡിനല്ലാതെ തന്നെ നമുക്ക് നമ്മളിപ്പോ വീട് വാങ്ങിച്ചു കഴിഞ്ഞാലും ഫ്ലാറ്റ് വാങ്ങിച്ചാൽ മെയിൻ്റെനൻസ് അങ്ങനെയുള്ള സെക്യൂരിറ്റി പൈസ അങ്ങനെയുള്ള പൈസകൾക്ക് നമുക്ക് കൂടുതൽ വേറെ വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ ഇതിന് പൈസ നമുക്ക് വേറെ വിഭാഗത്തിൽ വരുന്നത്. ഇതിന് ഏകദേശം നമുക്കൊരു വർഷത്തേക്ക് പ്രതി വർഷം നമുക്കൊരു 10,000 രൂപ ഇതിന് പുറമെ 10,000 രൂപ. ഈ 10,000 രൂപ വെച്ച് നമുക്കൊരു 15 കൊല്ലം എന്ന് പറയുമ്പോൾ 1,50,000 രൂപ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ തിരിച്ചൊരു 5,000 റുപ്പീസ് എല്ലാ വർഷവും നിങ്ങൾക്ക് അങ്ങോട്ട് തരുകയും ചെയ്യും. ഞങ്ങൾ ഇതിന്റെ ഇടയിൽ കണ്ട ഇപ്പൊ ഞങ്ങള് പോംഗ്രാനൈറ്റ് നട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഞങ്ങൾ എടുക്കും. ഇതിന്റെ അടിയിൽ നമ്മൾ അങ്ങനെയുള്ള കൃഷികളും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഇത് ഒറ്റയ്ക്ക് വളരില്ല ചന്ദനം, ഇതൊരു അർദ്ധപരാത സസ്യമാണ്. അപ്പൊ ഇതിന് ഹോസ്റ്റ് പ്ലാന്റിൽ വെച്ചു കൊടുക്കണം. അപ്പൊ ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഞങ്ങൾ മൊത്തം എടുത്തിട്ട് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് എല്ലാ വർഷവും 5,000 റുപ്പീസ് അങ്ങോട്ട് 15 കൊല്ലം 75,000 രൂപ വേറെ കിട്ടുകയും ചെയ്യും. പക്ഷെ 1 വർഷം ഇങ്ങോട്ട് തരുകയും ചെയ്യും. അപ്പൊ അറ്റ് പ്രസന്റ് നോക്കുമ്പോൾ നമുക്ക് ഈ 15 ലക്ഷത്തിന് പുറമെ ഒരു 75,000 രൂപ അഡീഷണൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എനിക്ക് അറിഞ്ഞുകൂടട്ടെ, നിയമങ്ങൾ അറിഞ്ഞുകൂടാ. ഞാനും എന്റെ മനസ്സുകൊണ്ട് എന്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞാണ്, നമുക്ക് ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് വളർത്തിയിട്ട് വിൽക്കാൻ പറ്റൂല. ഇല്ല, വിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള ഇത് ഗവൺമെന്റ് തന്നെയാണ് ഇത് എടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിന്. തീർച്ചയായും. ഞാൻ ഗവൺമെന്റിന് ഇത് എവിടെ ഇല്ല. അതായത് ഗവൺമെന്റിന് 2,000 ടണ്ണ് ഒരു വർഷം ആവശ്യമുണ്ട്. പക്ഷെ ഇത് ഗവൺമെന്റിന് എവിടെ നിന്ന് കിട്ടാനില്ല. ഇപ്പൊ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്താലോ അല്ലെ? അപ്പൊ ഇത് ആരും ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇതിന് മുൻകൈ എടുത്തു. അപ്പോൾ നിങ്ങളെ പോലുള്ള ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അല്ലെ ഒരു സെലിബ്രിറ്റിയാണ്, പക്ഷെ നമുക്ക് എന്നും ഇതിലുള്ള വരുമാനം കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ജഗതി ചേട്ടൻ നിങ്ങൾക്ക് അറിയാലോ, നല്ല ആക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് വരുമാനമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇൻകം ഇല്ല. പക്ഷെ അതേസമയം ഇത്തരത്തിൽ അസറ്റ് വാങ്ങിയിട്ടിരുന്നെങ്കിലോ നമുക്ക് ആർക്കും എപ്പോഴും സംഭവിക്കണം. ഞാൻ താങ്കൾക്ക് സംഭവിക്കുന്നല്ല കേട്ടോ. നമ്മളിപ്പോ അമ്മയ്ക്കൊക്കെ പറഞ്ഞത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് ആപത്ത് തന്നെ. തീർച്ചയായിട്ടും ഈ പഴഞ്ചൊല്ല് നമുക്ക് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ സമ്പത്ത് കാലത്ത് തൈ 10 എന്നുള്ളത് ഏത് തൈ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. തെങ്ങ് അല്ലെ? അപ്പൊ ഇന്ന് ഒരു കാര്യം ബിനീഷ് ഭായിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അമ്മച്ചി പറയാൻ വേണ്ടി വിട്ടുപോയ ആ തൈയാണ് ഈ തൈ. അപ്പൊ ഞങ്ങൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. സമ്പത്ത് കാലത്ത് തൈ 10 എന്നുള്ളത് തൈ 20. ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്ത് കാലം, ആരോഗ്യമുള്ള കാലം. ഈ സമയത്ത് ഒരു 20 തൈ നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഇല്ലാത്ത സമയത്ത് ഒരു 5 കോടി ഏൺ ചെയ്തിട്ട് അതിൽ നിന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള അറിവും കൂടിയാണ് ഇത്. ഒരു ബിസിനസ്സും കൂടി, ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള അറിവും കൂടിയാണ്, ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മളുടെ ഈ ഒരു വിഷലിലൂടെ, നമ്മളുടെ ഒരു ടോക്കിലൂടെ ആൾക്കാർക്ക് കിട്ടിയേക്കുന്നത്. അതെ, വളരെ സന്തോഷം. ഓക്കെ. അപ്പൊ എന്തായാലും താങ്കൾ വന്നതിൽ വളരെ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് വരെ ഇതിനെ കുറിച്ച് വലിയ അറിവുണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? എനിക്കിപ്പോ ഏകദേശം ഒരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവും കൂടി കിട്ടി എനിക്ക്. അപ്പോ താങ്കളുടെ വന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇത്ര പറയാനുള്ളത്, നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇന്നൊരു മനുഷ്യന്റെ ശരാശരി ഒരു ജീവിതം എന്ന് വെച്ചാൽ 95 വയസ്സ് വരെ ആയിട്ടുണ്ട്. കാരണം ഒരാൾ ജനിച്ചിട്ട് 95 വയസ്സിൽ ജീവിക്കുന്നുണ്ട് ഇവിടെ ശരാശരി. അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ? നമുക്ക് നമ്മളുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ജീവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ ബിനീഷ് ഭായ് എന്നറിയോ, ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കാരണം കേരളത്തിന്റെ ശുദ്ധവായുവാണ് മെയിനായിട്ട്. കാരണം ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ചന്ദ്രൻ അത്ഭുത വൃക്ഷമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ഇല്ലേ അല്ലേ? വയനാട്ടിലാണ് കൂടുതലും ഇത്. നമ്മളെ പോലത്തെ കൊച്ചിയിലൊന്നും നടക്കൂല. അതെ. അപ്പൊ നമ്മൾ കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സും കൂടി. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബിനീഷ് ഭായിന് 25 വയസ്സ് വരെ അല്ല അച്ഛനമ്മയല്ല നോക്കിയത്. ഇനി 25 വയസ്സിൽ 60 വയസ്സിൽ നമുക്ക് ആരോഗ്യമായിട്ട് വരുമാനമുണ്ട്.
അത് കഴിഞ്ഞ ആ 35 കൊല്ലമാണ് നമുക്ക് ആരോഗ്യ വരുമാനമൊക്കെ ഉള്ളത് കേട്ടോ, അല്ലെ? 60 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ആരോഗ്യമില്ല, വരുമാനമില്ല. ആ സമയത്ത് നമ്മൾ ആര് നോക്കും? നമുക്ക് ആരോഗ്യമില്ല, നമുക്ക് വരുമാനമില്ല, അസുഖത്തിന് കുറവില്ല. ഇപ്പൊ ബിനീഷ് ഭായിയുടെ അച്ഛനും അമ്മനൊക്കെ നോക്കുക, ആരാ നോക്കണത്, അല്ലേ? പക്ഷെ ആ സമയത്ത് നമ്മുടെ മക്കൾ നോക്കാനില്ലെങ്കിൽ നമ്മൾ ആര് നോക്കും? നമ്മുടെ സമ്പത്ത് നോക്കും. അപ്പൊ ഇതാണ് ഈ അത്ഭുത വൃക്ഷം. നമ്മളെ ഇനി നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് നോക്കാനുള്ള മക്കളെക്കാളും ഒരുപാട് നമ്മളെ സഹായിക്കുന്ന അത്ഭുത വൃക്ഷമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഒരു അസറ്റ് സ്വന്തമാക്കുക. അപ്പൊ ഗുണം എന്താ? നമുക്ക് 5 സെന്റ് ഭൂമി നമ്മുടെ പേര് കിട്ടി. അപ്പോ നിങ്ങളുടെ പേര് തന്നെ, നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്ത് തന്നിട്ട് ബാക്കിയുള്ളൂ. 10 പേര് 15 5 കോടി കിട്ടി. പിന്നെയോ ഭൂമി നമ്മുടെ പേരിലുണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും തൈ വെക്കാം. പിന്നെ ഞാൻ നമ്മ ഇവിടെ നോക്കാൻ നേരം നല്ല അടിപൊളി ഭൂമിയാണ് ഇത്. അതെ, ശരിക്കും നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ഭൂമി നിങ്ങള് ഫണ്ടൊക്കെ മുടക്കി ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. സാധനങ്ങളൊക്കെ ഇത് മറിച്ചിട്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ അപ്പുറത്തെ കാണുന്നുണ്ടാ തെങ്ങും പ്ലാവും, അല്ലെ? വയനാട് എന്ന് പറയുമ്പോ അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ മുറിച്ചു മാറ്റി 3 മാസം കഠിനമായിട്ട് JCBയും പണിക്കാരൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്. കാരണം ചന്ദനത്തിന് വേര് ഓടണമെങ്കിൽ 6 അടി ആഴത്തിൽ ഒന്നും പാടില്ല. അപ്പൊ അങ്ങനെ അത്രയും സൂക്ഷ്മമായിട്ട് മാത്രമേ ഇത് ചെയ്താലേ ഇതിന്റെ കൾട്ടിവേഷന് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരുള്ളൂ. ഇപ്പൊ നിങ്ങൾ അപ്പുറത്ത് പോയപ്പോ കണ്ടില്ലേ, പ്ലെയിൻ ലാൻഡ്, എയർപോർട്ട് പോലെ കിടക്കല്ലേ? ഇനിയിപ്പോ അവിടെ ചന്ദനം പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവാം. അതേപോലത്തെ ഒരു ഭൂമിയായിരുന്നു ഇത്. ഇപ്പൊ ഇതിന്റെ 1ാം ഘട്ടമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇനി ഘട്ടം ഘട്ടമായിട്ട് ഇത് ഇങ്ങനെ ഉയർന്നു വരും, അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇത് താങ്കളുടെ പരിചയക്കാരോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഒന്ന് കണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഇതിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം. ഓക്കെ, അറിവാണ് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല മാർഗം. ഒരാളോട് നമുക്ക് ഇദ്ദേഹത്തെ എനിക്കൊരു അറിവ് കിട്ടി, അറിവ് നിങ്ങളോടും കൂടി പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം നൽകുന്നത്. പുതിയൊരു അറിവ് കിട്ടിയതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.